എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. SLC കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിക്കുക. ഏത് തരത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. പ്രധാനമായിട്ടും പേരെഴുതാനുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് മിക്കപ്പോഴും ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഒന്ന് സ്ട്രക്ചർ വരയ്ക്കാനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Write the general name of the compounds having carboxylic functional group. Carboxylic COOH ആണ് കാർബോക്സിലിക്. ഇപ്പൊ അങ്ങനെയുള്ള കാർബോക്സിലിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ള സംയുക്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർബോക്സിലിക് ആസിഡ് അല്ലേ, കാർബോക്സിലിക് ആസിഡ്. ഒക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാർബോക്സിലിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതിനെ നമ്മൾ എന്ത് അറിയപ്പെടും? കാർബോക്സിലിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. Then second one, write the IUPAC name of the following compounds. ഇവിടെ രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഏതാണ്? CH3 CH2Cl ആണ്. ഏതാണ്? ക്ലോറിൻ വന്നിട്ടുണ്ട് അല്ലേ. ക്ലോറിൻ വന്നിട്ടുണ്ട്, 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏത് പറയാം? സിംഗിൾ ബോണ്ടും ആണല്ലേ. അപ്പൊ ഇതിന്റെ പേര് ഏതാണ്? ക്ലോറോ അല്ലേ, ക്ലോറോ. 2 കാർബൺ ആറ്റം ആകുമ്പോൾ ഏതാണ്? എത്ത് വരും, ക്ലോറോ. പിന്നെ സിംഗിൾ ബോണ്ടും ആയതുകൊണ്ട് ക്ലോറോ ഈഥെയ്ൻ അല്ലെ, ക്ലോറോ ഈഥെയ്ൻ എന്നാണ് ഇതിന്റെ പേര്. അടുത്ത ഏതാണ്? CH3 CH2O CH3. ഇതേതാണ്? ആൽക്കോക്സി ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ. അപ്പൊ അത് ഇവിടെ വന്നിട്ടുണ്ട്, O ഉണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ഏതാണ്? മെത്താണുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മെത്തോക്സി. മെത്തോക്സി. പിന്നെ ഇവിടെ എത്രയാണ്? 2 കാർബണാറ്റം ഉണ്ട്. അപ്പൊ മെത്തോക്സി. എങ്ങനെയാണ്? മെത്തോക്സി. മെത്തോക്സി 2 കാർബണാറ്റം ഉള്ളതുകൊണ്ട് ഈഥെയ്ൻ അല്ലെ, മെത്തോക്സി ഈഥെയ്ൻ എന്നാണ് ഇതിന്റെ പേര്. Then അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. നോക്കോട്ടെ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ആണ്. സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു ഡാഷ് ഫാമിലി. ഏത് ഫാമിലിയിൽ വരും? ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഏത് ഫാമിലി വരും? ആൽക്കീൻ അല്ലെ, ആൽക്കീനിലാണ് വരുന്നത്. Then write the molecular formula and IUPAC name of this compound. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല അതുപോലെ തന്നെ IUPAC നെയിം എഴുതാനും ചോദിച്ചിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല എത്ര വരും? കാർബൺ ഇവിടെ എത്രയാണ് ഉള്ളത്? 1 2 3 4 ഇല്ലേ, കാർബൺ 4 ആണുള്ളത്. അതുകൊണ്ട് C4. ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? 3 5 6 6 8. അപ്പം C4H8 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി IUPAC നെയിം എന്ത് വരും? ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരും? ഈനാണ് വരുന്നത്. പിന്നെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക, 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാണ് പേര് വരുന്നത്? ബ്യൂട്ട് അല്ലേ, 4 കാർബൺ ആറ്റം ഉണ്ട്, ബ്യൂട്ട് വരും. ബ്യൂട്ട് 1ലാണ്, ഇതിലാണ് ഡബിൾ ബോണ്ട് വന്നതല്ലേ, ബ്യൂട്ട് 1En. ബ്യൂട്ട് 1En. ഇതാണ് ഇതിന്റെ IUPAC നെയിം. ക്ലിയർ ആയല്ലോ. Then fourth one, an organic compound with OH as functional group has a molecular formula C3H8O. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം തന്നിട്ടുണ്ട് അല്ലേ, അതാണ് C3H8O എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് 2 പോസിബിൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ 2 പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഘടനാവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? C3H8O ആണ്. OH ഗ്രൂപ്പ് വരണം, ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH വരുന്ന രീതിയിൽ നമുക്ക് എഴുതുക. അപ്പൊ നമുക്ക് എഴുതാം. ആദ്യത്തെ നമ്മൾ നോക്കാം എങ്ങനെയാന്നുള്ളത്. C3 ആണ്. അപ്പൊ 3 കാർബൺ ആറ്റം അല്ലെ, 3 കാർബൺ ആറ്റം നമുക്ക് വേണം. പിന്നെ എന്താണ്? OH ഗ്രൂപ്പ് ആണ് വരുന്നല്ലേ. അപ്പൊ OH ഗ്രൂപ്പ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു OH ഗ്രൂപ്പ് കൊടുക്കാം ഇല്ല. അപ്പൊ മിച്ചം ഇവിടെ വരും. ഇവിടെ CH3 വരും. ദെൻ ഇവിടെ CH വരും, ഇവിടെ CH3 വരും. ക്ലിയർ ആയല്ലോ. C3 ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 8 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 8 ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ക്ലിയർ ആയല്ലോ. OH ഫംഗ്ഷണൽ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. ഒരു രീതിയിൽ എഴുതി. ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? വേറൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ ഇതുപോലെ തന്നെ കാർബൺ എങ്ങനെയാണ്? 3 കാർബൺ ഇവിടെ ഉണ്ട് അല്ലേ, 3 കാർബൺ ഇവിടെ ഉണ്ട്. പിന്നെ ഏതാണ്? OH ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. OH ഗ്രൂപ്പ് ഇവിടെ കൊടുത്തു. അപ്പൊ എങ്ങനെ വരും? ഇവിടെ CH3 CH2, ഇവിടെ CH2 വരും അല്ലേ. CH3 CH2 OH എന്ന് വരും. ക്ലിയർ ആയല്ലോ. 2 രീതിയിൽ എഴുതി. then അടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ദ സ്ട്രക്ചർ ആൻഡ് IUPAC നെയിം ഓഫ് എ ഫംഗ്ഷണൽ ഐസോമർ ഓഫ് ദി എബോവ് കോമ്പൗണ്ട്. ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമറിന്റെ ഘടനയും IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷണൽ ഐസോമറിന്റെ ഏതാണ് വരുന്നത്? ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. CH3 CH2 ആൽക്കോക്സി ഗ്രൂപ്പ് വരിക, OCH3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. then ഇതിന്റെ IUPAC നെയിം എങ്ങനെ വരും? ഇവിടെ നിന്നാണ്, ഒരു മീഥേൻ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മെത്തോക്സി ഇല്ലേ, മെത്തോക്സി ഈഥെയ്ൻ ഇല്ലേ, മെത്തോക്സി ഈഥെയ്ൻ നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് ആൻ അറോമാറ്റിക് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ. തന്നിട്ടുണ്ട് അല്ലെ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഏതാണ് ഈ കോമ്പൗണ്ട്? നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലെ, അതാണ് ബെൻസീൻ ആണ് അല്ലെ. ബെൻസീൻ ആണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ബെൻസീൻ എങ്ങനെയാണ്? C6H6 അല്ലെ. C6H6 ആണ് ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ സിക്സ്ത് വൺ, CH3COH is a condensed formula of an organic compound. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ നോക്കിയേ, ടു വിച്ച് കാറ്റഗറി ഡസ് ദ കോമ്പൗണ്ട് ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? COH ആണ് വരുന്നത്. ഏത് കാറ്റഗറി വരും? ആൽക്കഹോൾ ആണോ, ഈതർ ആണോ, എസ്റ്റർ ആണോ, ആസിഡ് ആണോ? ഏതാണ്? അപ്പൊ ഏതാണ്? ആസിഡ് ആണല്ലോ, കാർബോക്സിൽ അല്ലേ. അപ്പൊ ആസിഡ് ആണ് ഇത്. അടുത്ത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞിരിക്കുന്നത്? എഥനോയിക് ആസിഡ് അല്ലേ. എഥനോയിക് ആസിഡ്. ഓക്കെ. അടുത്ത C എന്താണ്? റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു യൂസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റയോൺ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. റയോൺ മാനുഫാക്ചറിങ്. പിന്നെന്ത് പറയാം? റയോൺ മാനുഫാക്ചറിങ്. പിന്നെ റബ്ബർ ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രി ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എഥനോയിക് ആസിഡ് ഇല്ലേ. എഥനോയിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B are two organic compounds with different functional groups and having same molecular formula C3H8O. Write the structural formula of compound A having OH functional group. എയും ബിയും രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് ഡിഫറെന്റ് സ്ട്രക്ചർ ഫോർമുല ഉണ്ട്. അപ്പോൾ തന്നെ സെയിം മോളിക്കുലർ ഫോർമുല. സ്ട്രക്ചർ ഫോർമുല ഡിഫറെന്റ് ആണ്, മോളിക്കുലർ ഫോർമുല സെയിം ആണ്. C3H8O എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കോമ്പൗണ്ട് ആണ്. അതായത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് എയുടെ സ്ട്രക്ചർ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. ഹാവിംഗ് OH ആസ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ C3H8O ആണ്. കാർബൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 കാർബൺ ആറ്റമുള്ളൂ അല്ലേ. 3 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ എന്താണ്? ഹൈഡ്രജൻ 8 വരണം. പിന്നെ OH ഗ്രൂപ്പും വരണം. അപ്പൊ ഇവിടെ നമുക്കൊരു OH ഗ്രൂപ്പ് കൊടുക്കാമല്ലോ. OH ഗ്രൂപ്പ് കൊടുക്കാം. പിന്നെ മിച്ചം എത്ര വരും? CH3 ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്? CH2 വരും അല്ലേ. അവിടെ CH2 വരും. പിന്നെന്താണ്? ഇവിടെ ഒരു CH2 കൂടെ വരും. ഇപ്പൊ ക്ലിയർ ആയല്ലേ? കാർബൺ 3 ആണ്. ഹൈഡ്രജന് എത്ര വന്നു? 8 വന്നില്ലേ. 3 2 5 5 2 7 വന്നു, 8 വന്നു. ഓക്സിജനും വന്നു. ക്ലിയർ ആയല്ലോ. അടുത്ത ബി എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബി. ബിയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എയുടെ നമ്മൾ എഴുതി. ഏത് പറഞ്ഞൊരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നു. അപ്പോൾ ബിയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിയുടെ സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കണം. അപ്പം ഇതൊരെണ്ണം വന്നു, OH ഗ്രൂപ്പ് ഉള്ളതെന്ന് വന്നു. അപ്പം അടുത്ത ഏത് വരാം? നമുക്ക് ആൽക്കോക്സൈഡ് കേസിൽ എഴുതാം അല്ലേ. അപ്പം CH3 ഇവിടെ ഒരെണ്ണം കൊടുക്കും. CH2CH3 എന്ന് കൊടുക്കാം. ഇപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ അവിടെ 8 ഉണ്ട്. ഓക്സിജനും ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടെ നമുക്ക് എഴുതാം കേട്ടോ. എങ്ങനെ എഴുതാം? CH3CH2 അല്ലെ. CH2OCH3 എന്ന് എഴുതാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത C എന്താണ്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബി. ഇതാണ് ബി എന്ന് പറഞ്ഞത്. ഇതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വരും? മെതോക്സി അല്ലെ. മെതോക്സി വരും. മെതോക്സി ഉണ്ട്. പിന്നെ ഈതേൻ. മെതോക്സി ഈതേൻ എന്നാണ് IUPAC നെയിം. അടുത്ത D എന്താണ്? റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദി പൊസിഷൻ ഐസോമർ ഓഫ് എ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ ഐസോമർ ഉണ്ടല്ലോ, അതിന്റെ സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം OH ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പം OH വേറെ എവിടെയെങ്കിലും പൊസിഷൻ മാറ്റി കൊടുത്താൽ പോരെ. അപ്പം നമുക്ക് എഴുതാം CH3 ഇവിടെ നമുക്കൊരു OH കൊടുക്കാം. OH CH3. അപ്പൊ ഇതിന്റെ എയുടെ പൊസിഷൻ ഐസോമർ നമ്മൾ എഴുതി. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫില്ലപ്പ് സ്യൂട്ടബിളി എന്ന് പറഞ്ഞിട്ടുണ്ട്. OH ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. COH വരുമ്പോൾ ഏതാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലേ. കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. നോക്കിയേ, CnH2n+2 ആൽക്കൈൻ ആണ്. CnH2n-2 വരുമ്പോൾ ഏത് വരും? ആൽക്കൈൻ അല്ലേ. ആൽക്കൈൻ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ.
ദ 9th ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിങ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ഐസോമറിക് പെയേഴ്സ്. ഐസോമറിക് പെയേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയാൽ CH3O CH3 ഉണ്ട്, CH2 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 OH, CH3 CHOH CH3 CH3 CH2 OH. അതൊക്കെ വരും പെയേഴ്സ്. അതായത് വല്ല ഒന്നാമത്തെ വരാം, അതുപോലെ തന്നെ നാലാമത്തെ വരാം ഐസോമറിക് പെയേഴ്സ് ഇല്ല. അത് ഏത് ഐസോമറിസത്തിൽ പെടുന്നതാണ്? ഫങ്ഷണൽ ഐസോമറിസത്തിൽ പെടുന്നതല്ല. അപ്പൊ അതായത് 1 ഉം 4 ഒരു പേരാണ്, 1 and 4 ഒരു പേരാണ്. അതുപോലെ തന്നെ അതെ സെക്കൻഡും തേർഡും നോക്കിയേ, ഇത് വരും സെക്കൻഡും തേർഡ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ഐസോമറും ഇല്ലേ, പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടു. അപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് അത് ഏതിൽ വരുന്നതാണ്? പൊസിഷൻ ഐസോമറിസത്തിൽ പെടും. ഇത് പൊസിഷൻ കേട്ടോ, പൊസിഷൻ ഐസോമറിസം ആണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഫങ്ഷണൽ അല്ലെ, ഫങ്ഷണൽ ഐസോമറിസം. Then അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ. ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല അവിടെ തന്നിട്ടുണ്ട്. നോക്കുക, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി ഗിവൺ ഹൈഡ്രോകാർബൺ. ഈ ഒരു ഹൈഡ്രോകാർബൺ ഉണ്ടല്ലോ, അപ്പം ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതല്ല മോളിക്കുലാർ ഫോർമുല? നോക്കിയേ, കാർബൺ എത്രയാണെന്ന് നോക്കിയേ, എത്രയാണ്? 1 2 3 4 5 6 7 ഇല്ലേ? കാർബൺ എത്രയാണ്? 7 കാർബൺ ഉണ്ട് അല്ലേ, 7 കാർബൺ. ഹൈഡ്രജൻ എത്ര വരും? 3 4 4 2 6 8 8 3 11 11 3 14 16. അപ്പം C7H16 ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്താണ്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതായിട്ട് നമുക്ക് എടുക്കാം? അപ്പൊ നോക്കിയാൽ നേരെ പോവുകയാണെങ്കിൽ എത്ര വരും? 1 2 3 4 5 എണ്ണമാണ് വരുന്നത്. ഇങ്ങോട്ട് ബ്രാഞ്ച് ആയിട്ട് പോയി കഴിഞ്ഞാൽ 1 2 3 4 എണ്ണം വരും. ആ സമയം എന്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, 1 2 3 4 5 6 ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ 6 കാർബൺ ആറ്റം. ലോങ്സ്റ്റ് ചെയിൻ ഏതായിട്ട് എടുക്കാം? ഈ ഒരു ചെയിനായിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് അവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞത്. 1 2 3 4 5 6 കേട്ടോ. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്. ഇവിടെയുള്ള ബ്രാഞ്ച് ഏതാണ്? ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്. ബ്രാഞ്ച് ഏതാണ്? മീഥൈലാണ് അല്ലേ, മീഥൈലാണ് അവിടുത്തെ ബ്രാഞ്ച്. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. പിന്നെ IUPAC നെയിം എന്ത് വരും? 3L ആണ് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നത്. അപ്പം 3 മീഥൈൽ അല്ലേ, 3 മീഥൈൽ 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സൈൻ 3 മീഥൈൽ ഹെക്സൈൻ ആണ് ഇതിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th one, ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഇതൊരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഏതാണ്? OH ആണ്. അതായത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലേ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് OH ആണ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഗിവ് ഇറ്റ്സ് IUPAC നെയിം. അതിന്റെ IUPAC നെയിം എന്താണ് വരുന്നത്? എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ? 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ, 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണല്ലോ നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറയാം? പ്രൊപ്പൻ അല്ലേ, പ്രൊപ്പൻ 1 ഓൾ അല്ലേ, പ്രൊപ്പൻ 1 ഓൾ എന്നാണ് ഇതിന്റെ IUPAC നെയിം. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ മോളിക്കുലാർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് C4H10. ദിസ് ഈസ് എ ബ്രാഞ്ചഡ് ചെയിൻ കോമ്പൗണ്ട്. ദ ബ്രാഞ്ച് ഈസ് എ മീഥൈൽ ഗ്രൂപ്പ്. ഒരു മോളിക്കുലാർ ഫോർമുല വന്നിട്ടുണ്ട് ഹൈഡ്രോകാർബണിന്റെ. എത്രയാണ്? C4H10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രാഞ്ചഡ് ചെയിനും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് മീഥൈൽ ഗ്രൂപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? മീഥൈലാണ് ബ്രാഞ്ചഡ് വരണം എന്ന് പറഞ്ഞിട്ട് മീഥൈൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എന്താന്ന് നോക്കി, കാർബൺ എത്രയാണ്? 4 കാർബൺ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചഡ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരെണ്ണം മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന് വരുന്നുണ്ട്. അപ്പൊ ഒരെണ്ണം നമുക്ക് ഒരു കാർബൺ മീഥൈൽ ഗ്രൂപ്പിലേക്ക് വരും. അപ്പൊ CH3. ബാക്കി ഇവിടെ എത്ര വരും? CH3 വരും. ഇവിടെ CH വരും. ഇവിടെ CH3 വരും. അപ്പൊ കാർബൺ 4 ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 10 ആയി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരെണ്ണം ബ്രാഞ്ചുമായി. ഇനി അടുത്തത് എന്താണ്? ഗീവ് ഇറ്റ്സ് IUPAC നെയിം. IUPAC നെയിം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പറിങ് കൊടുക്കണം. 1 2 3 എങ്ങനെ കൊടുത്താലും ഈ രീതിയിലുള്ള വരത്തുള്ളൂ. അപ്പം 2L ആണ്. 2 മീഥൈൽ അല്ലേ, 2 മീഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതാണ് 2 മീഥൈൽ എന്നാണ് പ്രൊപ്പൈൻ. 2 മീഥൈൽ പ്രൊപ്പൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. റൈറ്റ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. ഇതിന്റെ പൊസിഷൻ നമ്പർ, ഈ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ബ്രാഞ്ച് ഏതാണ്? ഇതാണ് വരുന്നത്. ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്പറിങ് കൊടുക്കേണ്ടത്? ബ്രാഞ്ച് ഉള്ളിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 1 2 3 4 5
അപ്പോൾ പൊസിഷൻ എത്രയാണ്? രണ്ടാണ്. രണ്ടേലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. പൊസിഷൻ നമ്പർ 2 നെയിം ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരേതാണ്? മീഥേലാണ് അല്ലേ? മീഥേൽ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവരും? 2L ആണ് ബ്രാഞ്ച് വരുന്നത്. 2L ഏതുണ്ട്? മീഥേലാണ്. 2 മീഥേൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. 2 മീഥേൽ പെന്റെയിൻ അല്ലെ? 2 മീഥേൽ പെന്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പെയർ ഓഫ് ഐസോമേഴ്സ് ആൻഡ് നെയിം ദ ഐസോമർ. ഇവിടെ പെയർ, ഐസോമറിന്റെ പെയർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്. അത് ഏത് ഐസോമർ ആണെന്നൊക്കെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതിന് പിന്നെ ആദ്യമേ നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇതിന്റെ മോളിക്കുലർ ഫോമിൽ എത്ര വരും? കാർബൺ എത്രയുണ്ട്? 1 2 3 4 5. കാർബൺ 5 ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? 3 2 5 7 9 9 3 12 വരും അല്ലേ? then ഇവിടെ വരുമ്പം കാർബൺ ഇവിടെ എത്രയാണ്? 4 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ എത്ര വരും? 3 2 5 7 7 2 9 9 10 ഹൈഡ്രജൻ ആറ്റം, പിന്നെ ഒരു ഓക്സിജനും ഉണ്ട്. ഈ ഒരു കേസ് വരുമ്പം കാർബൺ ഇവിടെ എത്രയാണ്? കാർബൺ 4 അല്ലേ? കാർബൺ 4 ആണ് ഇവിടെ ഉള്ളത്. ഹൈഡ്രജൻ 3 3 6 6 1 7 7 3 10 വരും. ക്ലിയർ ആയല്ലോ? ഈ ഒരു കേസിൽ കാർബൺ എത്രയാണ്? 1 2 3 4 5 ഇല്ല, 5 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? 3 12 വരും അല്ലേ? ഹൈഡ്രജൻ ഇവിടെ 12 വന്നു. ഈ ഒരു കേസിൽ കാർബൺ ആറ്റം 1 2 3 4 കാർബൺ ആറ്റം ഇവിടെയുണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? 3 2 5 5 2 7 7 3 10 അല്ലേ? ഹൈഡ്രജൻ ഇവിടെ 10 ആണ്. ഒരു ഓക്സിജനും ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഈ ഒരു കേസിൽ വരുമ്പം കാർബൺ ഇവിടെ 3 കാർബൺ ആറ്റമാണുള്ളത്. ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? 3 4 4 3 7 7 1 8 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജനും ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ഏതൊക്കെയാണ് പെയർ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്? മോളിക്കുലർ ഫോമിൽ ഒരുപോലത്തെ ഇത് C5H12 മോളിക്കുലർ ഫോമിൽ ഒരുപോലെയാണ് ഇല്ല? മോളിക്കുലർ ഫോമിൽ ഒരുപോലെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ചെയിനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഐസോമർസത്തിൽ പെടാം? ചെയിൻ ഐസോമർസത്തിൽ വരുമല്ലോ അല്ലേ? അപ്പം ഏതൊക്കെയാണ്? എയും ഡിയും അല്ലേ? എ ആൻഡ് ഡി ഏതിലാണ് വരുന്നത്? ചെയിൻ ഐസോമർസത്തിൽ പെടും അല്ലെ? ചെയിൻ ഐസോമർസം. ക്ലിയർ ആയല്ലോ? ഇനി വേറെ ഏതാണ് വരുന്നത്? മോളിക്കുലർ ഫോമിൽ ഒരുപോലെ വരുന്ന ഏതാണ്? ഇവിടെ ഉണ്ട് അല്ലേ? ഇത് രണ്ടെണ്ണം ഒരുപോലെയാണ് വരുന്നത്. അവിടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്, ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ആൽക്കോക്സി ആണ് വന്നിരിക്കുന്നില്ല. അപ്പം ഫങ്ഷണൽ ഐസോമർസത്തിൽ പെടും. അപ്പൊ ഏതൊക്കെയാണ്? ബി ആൻഡ് ഇ ഇല്ലേ? ബി ആൻഡ് ഇ ഏതിലാണ് വരുന്നത്? ഫങ്ഷണൽ അല്ലെ? ഫങ്ഷണൽ ഐസോമർസം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഇത് മാച്ചിങ് അല്ല, ഇത് രണ്ടും മാച്ചിങ്ങും അല്ല. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ പരീക്ഷയ്ക്ക്. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, പെയർ ചെയ്യാൻ വേണ്ടി, ഐസോമർസം പെയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. The next question, the structural formula of an organic compound is given. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. 4 കാർബൺ ആറ്റം ഉണ്ട് ഇല്ല? എവിടെയാണ് വന്നിരിക്കുന്നത്? ഡബിൾ ബോണ്ട് ഇവിടെയാണ്. നമ്മൾ നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 ഈ രീതിയിൽ നമ്പറിങ് കൊടുക്കും. അപ്പൊ എങ്ങനെ എഴുതാം? 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട് വരും ഇല്ലേ? ബ്യൂട്ട്. ദെൻ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് 1-ലാണ്. ബ്യൂട്ട് 1 ഈൻ ഇല്ലേ? ബ്യൂട്ട് 1 ഈൻ. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല എത്രയാണ്? കാർബൺ ഇവിടെ 4. കാർബൺ ഇവിടെ 4 ഉണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? 3 2 5 5 1 6 6 2 8 C4H8 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. ദെൻ what is the molecular formula of the adjacent homologue coming after it? അങ്ങനെയാവുകയാണെങ്കിൽ അടുത്ത് എൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനല്ല. എന്നിരുന്നാലും ഏതായിരിക്കും വരുന്നത്? അടുത്ത് ഏത് വരും? C5 വരും, H10 വരും. ക്ലിയർ ആയല്ലോ? ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ തൽക്കാലം ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇത് നിങ്ങൾ ക്ലിയർ ആക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ട് കാര്യമില്ല. ഈ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി ക്ലിയർ ആക്കി പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാം അതിൻ്റെ എല്ലാം പേരും കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക. അത് കമ്പാരിസൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റൻ എല്ലാം എഴുതിയെടുക്കുക. എന്നിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് തന്നെയാണ് ആൻസർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ
ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. എങ്കിലേ ഉള്ളൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നമുക്കിനി കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഇതുപോലെയുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലതുപോലെ എഴുതി മനസ്സിലാക്കി പഠിക്കുക. താങ്ക്